Health tips for every day, for everyone. From Dr. Mims. പ്രവീൺ അന്ന് പരിക്ക് പറ്റിയ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നില്ലേ? അയാൾ സുഖം പ്രാപിച്ചു വരുന്നു. അതെ, അവരെന്നെ വിളിച്ചിരുന്നു ഡോക്ടർ. അന്ന് ശരിക്കും ഞാൻ വളരെ ടെൻസ്ഡ് ആയിരുന്നു. അപകടം പറ്റി റോഡിൽ കിടന്ന അയാളുടെ കൈ പൊട്ടിയിരുന്നു. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടിയിരുന്നില്ല. പ്രവീൺ ചെയ്തത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. എങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സർ, ഓർഡർ പ്ലീസ്. ഒരു കോഫി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലുകൾക്ക് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ ചില പ്രഥമ ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാനാവും. എന്തൊക്കെയാണത് ഡോക്ടർ? അപകടത്തിൽപ്പെട്ടയാളുടെ കൈയിലോ കാലിലോ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ സ്പ്ലിന്റ് നൽകിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. രോഗിക്ക് അത് വേദനയിൽ നിന്ന് ആശ്വാസം നൽകും. ഇതെങ്ങനെയാ ചെയ്യുന്നത്? എല്ല് പൊട്ടിയ ഭാഗത്ത് ബലമുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് സപ്പോർട്ട് നൽകുക. അതുവഴി ചലനം നിയന്ത്രിക്കുക. ഇതിനാണ് സ്പ്ലിന്റ് നൽകുന്നത്. പൊട്ടിയ എല്ല് ചലിക്കുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടും. സ്പ്ലിന്റ് നൽകുമ്പോൾ വല്ലതും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പൊട്ടിയ അസ്ഥികളുടെ മൂർച്ചയുള്ള അറ്റം ഇളകി നാഡികൾക്കും രക്തക്കുഴലുകൾക്കും മറ്റും കൂടുതൽ നാശം സംഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് പൊട്ടിയ എല്ലിന്റെ താഴെയും മുകളിലുമുള്ള സന്ധികളെ കൂടി ഉൾപ്പെടുത്തി വേണം സ്പ്ലിന്റ് നൽകാൻ. എപ്പോഴും 2 പേർ ചേർന്ന് വേണം സ്പ്ലിന്റ് നൽകാൻ. ഏതെല്ലാം വസ്തുക്കളാണ് സ്പ്ലിന്റിനായി ഉപയോഗിക്കാൻ നല്ലത്? താൽക്കാലിക സ്പ്ലിന്റിനായി മരക്കഷ്ണം, സ്കെയില്, തലയണ, കട്ടിയുള്ള മാസിക ഇവയെല്ലാം ഉപയോഗിക്കാം. ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന തരം സ്പ്ലിന്റുകൾ വേണമെന്നില്ല. പിന്നെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ബലമുള്ളതായിരിക്കണം. അതുപോലെ നീളമുള്ളതും വീതിയുള്ളതുമായാൽ നല്ലത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ടല്ലേ? ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. താങ്ക് യു ഡോക്ടർ മിംസ്. എല്ല് പൊട്ടിയാൽ മാത്രമല്ല, കഴത്തെറ്റൽ, ഉളുക്ക് ഇവയൊക്കെ ഉണ്ടായാലും സ്പ്ലിന്റ് ഫലപ്രദമായി ഉപയോഗിക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഓർമ്മിച്ചു വെച്ചോളൂ.